മാനിഫെസ്റ്റിംഗ് നോളജിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് അശ്വന്ത് എന്നാണ്. അപ്പൊ നമ്മൾ മലയാളത്തിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ക്രമം അനുസരിച്ച് എന്നർത്ഥം വരുന്ന പദം ഏത് എന്നുള്ളതാണ് നമ്മളുടെ ആദ്യത്തെ ചോദ്യം. ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. അതിക്രമം, ക്രമരഹിതം, അനുക്രമം, അക്രമം. അപ്പോ അതിക്രമം അല്ല. ക്രമരഹിതം എന്ന് വെച്ചാൽ എന്താണ്? ക്രമം അല്ലാത്തന്നല്ലേ, അപ്പൊ അതുമല്ല. പിന്നെ എന്താണ്? അക്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? അതുമല്ല. അനുക്രമം എന്നുള്ളതാണ് ക്രമം അനുസരിച്ച് എന്നർത്ഥം വരുന്ന പദം. ഓക്കെ, അനുക്രമം എന്നതാണ് ക്രമം അനുസരിച്ച് എന്നർത്ഥം വരുന്ന പദം. അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെയുള്ള കുറച്ച് വേർഡ്സ് കൂടെ നമുക്ക് നോക്കാം. മറുപടി പറയുന്നവൻ എന്നർത്ഥം വരുന്ന ഏതാണ്? അനുവക്താവ് എന്നുള്ളതാണ്. ഓക്കെ, മറുപടി പറയുന്നവൻ എന്നർത്ഥം വരുന്ന പദമാണ് അനുവക്താവ്. പിന്നാലെയുള്ള നടത്തം എന്നുള്ളത് എന്താണ്? അനുഗതിയാണ് വരുന്നത്. അപ്പൊ ഒരു ഗതി ഇല്ലാത്തതിനെ കൊണ്ടാണ് നമ്മൾ പിന്നാലെ നടക്കുന്നത്. ഒരു ഗതി ഇല്ലാത്തതിനെ കൊണ്ടാണ് നമ്മൾ അനുവിന്റെ പിന്നാലെ നടക്കുന്നത് എന്ന് ആലോചിക്കുക. ഓക്കെ, അപ്പൊ പിന്നാലെയുള്ള ഓട്ടം അനുധാവനം എന്നാണ്. അപ്പൊ പിന്നാലെയുള്ള ഓട്ടം എന്ന് വെച്ചാൽ അനുധാവനം എന്നാണ്. മറുപടി പറയുന്നവൻ അനുവക്താവ്, പിന്നാലെയുള്ള നടത്തം എന്ന് പറഞ്ഞാൽ അനുഗതി, പിന്നാലെയുള്ള ഓട്ടം എന്ന് പറഞ്ഞാൽ അനുധാവനം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ശരിയായ വാക്യം കണ്ടെത്തുക. ഓപ്ഷൻസ് നമുക്കൊന്ന് നോക്കാം. ഓപ്ഷൻ എ, സ്കൂളിൽ മരിച്ച മാനേജറെ അനുശോചിച്ച് അധ്യാപകരും വിദ്യാർത്ഥികളും സമ്മേളിച്ചു പ്രമേയം പാസാക്കി. ഓപ്ഷൻ ബി, സമർത്ഥരായ കുട്ടികൾ വില പിടിപ്പുള്ള സമ്മാനങ്ങൾ നേടുന്നു. ഓപ്ഷൻ സി, അധ്യാപകൻ പഠിക്കാത്തതിനു വിദ്യാർത്ഥിയെ ശിക്ഷിച്ചു. അപ്പൊ നമുക്ക് ഇതിലേതാ ശരിയെന്ന് നോക്കാം. സ്കൂളിൽ മരിച്ച മാനേജറെ അനുശോചിച്ചു എന്നാണ്. അതൊരു തെറ്റായിട്ടുള്ള വാക്യാണ്. മരിച്ച സ്കൂൾ മാനേജറെ അനുശോചിച്ചു അധ്യാപകരും വിദ്യാർത്ഥികളും സമ്മേളിച്ചു പ്രമേയം പാസാക്കി എന്ന് പറഞ്ഞാലാണ് ശരി. അപ്പൊ ഒന്നാമത്തത് തെറ്റാണ്. അടുത്ത നമുക്ക് നോക്കാം. സമർത്ഥരായ കുട്ടികൾ വില പിടിപ്പുള്ള സമ്മാനങ്ങൾ നേടുന്നു. ആ ഒരു വാക്യം എന്താണ്? ശരിയാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ശരി ഉത്തരം. അപ്പൊ നമുക്ക് ഈ സി കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. അധ്യാപകൻ പഠിക്കാത്തതിനു വിദ്യാർത്ഥിയെ ശിക്ഷിച്ചു. അപ്പോ ഇതിങ്ങനെയല്ല വരിക. വിദ്യാർത്ഥി പഠിക്കാത്തതിന് അധ്യാപകൻ ശിക്ഷിച്ചു എന്ന് പറഞ്ഞിട്ടാണ് വരിക. അപ്പൊ ഓപ്ഷൻ സി എന്താണ്? തെറ്റല്ലേ. അപ്പൊ ഓപ്ഷൻ ബി ആണ് നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കയ്യക്ഷരം എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെ വരും എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. ഓക്കെ, അപ്പോ ഓപ്ഷൻ എ എന്താണ്? കയ്യ പ്ലസ് അക്ഷരം. ഓപ്ഷൻ ബി കൈ പ്ലസ് യക്ഷരം. ഓപ്ഷൻ സി കൈ പ്ലസ് അക്ഷരം. ഓപ്ഷൻ ഡി കൈ പ്ലസ് അക്ഷരം എന്നുള്ളതാണ് നമ്മളുടെ ഓപ്ഷൻസ്. അപ്പൊ കൈയക്ഷരം നമുക്ക് എങ്ങനെ എഴുതാം? കൈ കൊണ്ട് നമ്മൾ അക്ഷരം എഴുതും. ഓക്കെ, കൈ കൊണ്ടല്ലേ നമ്മൾ അക്ഷരം എഴുതുന്നത്? കൈ കൊണ്ട് നമ്മൾ അക്ഷരം എഴുതും. അപ്പൊ എന്താണ്? അതാണ് കൈ അക്ഷരം എന്നായിട്ട് മാറുന്നത്. കൈ അക്ഷരം. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി അല്ലേ? ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ ശരി ഉത്തരം. അപ്പോ ഇതുപോലെ തന്നെ എന്താണ്? നമുക്ക് കുറച്ച് വാക്കുകൾ കൂടെ നോക്കാം. കയ്യാമം നമുക്ക് എങ്ങനെ എഴുതാം? കൈയാമം. കയ്യാമം നമുക്ക് എങ്ങനെ എഴുതാം? കൈ പ്ലസ് ആമം. കൈ പ്ലസ് ആമമാണ് കയ്യാമമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ കയ്യായമോ? കയ്യായം. കൈ പ്ലസ് ആയം. കൈ പ്ലസ് ആയമാണ് കയ്യായമായിട്ട് വരുന്നത്. ഇനി കയ്യുറയോ? കയ്യുറ. കൈ പ്ലസ് ഉറയാണ് കയ്യുറയായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നിഘണ്ടുവിൽ കാണുന്നത് പോലെ ക്രമപ്പെടുത്തിയ കൂട്ടം ഏത് എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. അപ്പൊ നമ്മൾ നിഘണ്ടുവിൽ എങ്ങനെയാ ഉണ്ടാവുക? അക്ഷരമാല ക്രമത്തിലാണ് ഉണ്ടാവുക. അത് നമുക്കറിയാലോ. അപ്പോ ഇതിൽ ജസ്റ്റ് ഒന്ന് നോക്കുക. ചക്രവാദം, ചക്രവാളം, ചക്രശ്വാസം, ചക്രവാകം. ഇങ്ങനെ എന്താണ്? ഈ 4 വാക്കുകൾ എന്താണ്? പല ടൈപ്പിലായിട്ട് ഡിസോർഡർ ആയിട്ട് എന്താണ് നമുക്ക് തന്നിട്ടുണ്ട്. അതിനൊക്കെ എന്താണ്? നിഘണ്ടുവിൽ കാണുന്നത് പോലെ എന്താണ് നമുക്ക് ആക്കിയെടുക്കണം. അതാണ് നമ്മളുടെ ചോദ്യം. ഓക്കെ, അപ്പൊ ചക്ര എന്നുള്ളത് എന്താണ്? എല്ലാത്തിലും കോമൺ ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ വരുന്ന ഏതാണ്? വാ വരുന്നുണ്ട്. ചക്രവാളം, ചക്രശ്വാസം, ബാക്കിയൊക്കെ വാ തന്നെയാണ് വരുന്നത്. അപ്പൊ ചക്രവാ എന്ന്
തുടങ്ങുന്ന സംഭവമാണ് ആദ്യത്തെ ലെറ്റർ ആയിട്ട് വരിക എന്നുള്ള കാര്യം എന്താണ് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോ ചക്രവ എന്ന് തുടങ്ങുന്നതാണ് ആദ്യത്തേല് വരിക. അപ്പൊ തന്നെ എന്താണ് നമുക്ക് ഈ നാലാമത്തെ ഓപ്ഷൻ എന്താണ് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, പിന്നെ ഉള്ളത് ഏതാണ് ചക്രവാളം, പിന്നെ ചക്രശ്വാസം, ചക്രവാകം. അപ്പൊ നമ്മള് മലയാള അക്ഷരത്തിൽ എങ്ങനെയാണ് വരുന്നത്? കാക്ക ഗാക്ക ങ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അല്ലേ വായും ശായും ഒക്കെ വരുന്നത്. അപ്പൊ ചക്രവാകം എന്നുള്ളതല്ലേ സ്വാഭാവികമായിട്ടും എന്താണ് ആദ്യത്തേതായിട്ട് വരുന്നത്. അത് തന്നെ നമ്മൾ കണ്ടാൽ എന്താണ് ഇവിടെ നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ ചക്രവാകം എന്നൊരു ഓപ്ഷൻ തുടങ്ങുന്ന ഏതിലാണ്? ഓപ്ഷൻ ബിയിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്താണ് ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ശരി ഉത്തരം. ഓക്കെ, ചക്രവാകം, ചക്രവാദം. ഇതാ കാ കഴിഞ്ഞതിന് ശേഷമാണ് താ വരുന്നത്, താ കഴിഞ്ഞതിന് ശേഷമാണ് ലാ വരുന്നത്. ഓക്കെ, ഇവിടെ വായല്ല വരുന്നത് ചക്രശ്വാസത്തില്. അതുകൊണ്ട് തന്നെ വായ്ക്ക് ശേഷം വരുന്ന അക്ഷരമാണ് അതാണ് ചക്രശ്വാസം എന്നതാണ് അവസാനത്തേക്ക് വന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ശരിയായ പദം കണ്ടെത്തുക. അസ്തമയം എന്ന് എങ്ങനെയാണ് ശരിയായ രീതിയിൽ എഴുതുക എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. അപ്പൊ അസ്തമയം എന്ന് എഴുതുക എങ്ങനെയാണ്? എ ഓപ്ഷൻ തെറ്റാണ്, ഇങ്ങനെയല്ല എഴുതുക. ബി ഓപ്ഷനോ അസ്തമനമല്ല, അസ്തമനം ഇതും അല്ല. അപ്പൊ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ ശരി ഉത്തരം. അസ്തമയം എന്നെങ്ങനെ എഴുതുക? അസ്തമയം, അസ്തമയം എങ്ങനെയാണ്? ഇങ്ങനെയാണ് എഴുതുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. യഥാശക്തി എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏത് എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. അപ്പൊ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോ പന്തം കൊളുത്തി പട. ഓപ്ഷൻ ബി ചിനക്കത്തൂർ പൂരം തനിക്കൊത്ത വണ്ണം. ഓപ്ഷൻ സി പണം കൊണ്ടെറിഞ്ഞാലേ പണത്തിൽ കൊള്ളൂ. ഓപ്ഷൻ ഡി കൂത്തുപാതി പിള്ളപാതി എന്നുള്ളതാണ് നമ്മളുടെ ഓപ്ഷൻസ് വരുന്നത്. അപ്പൊ യഥാശക്തി എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ലിൽ ഏതാണ്? ചിനക്കത്തൂർ പൂരം തനിക്കൊത്ത വണ്ണം എന്നുള്ളതാണ് നമ്മളുടെ എന്താണ് യഥാശക്തി എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ദൃശ്യം എന്ന പദത്തിന്റെ വിപരീതം ഏത് എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. അപ്പൊ ഓപ്ഷൻസ് നോക്കാം. അദൃശ്യം, ദൃശ്യം, സദൃശ്യം, ആദൃശ്യം. ഓക്കെ, അപ്പൊ ദൃശ്യം എന്ന വാക്കിന്റെ വിപരീതം എന്താണ്? ദൃശ്യം എന്ന വാക്കിന്റെ വിപരീതമാണ് അദൃശ്യം എന്നുള്ളത്. ഓക്കെ, അദൃശ്യം എന്നാണ് ദൃശ്യം എന്ന വാക്കിന്റെ എന്താണ് വിപരീതം വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഇവിടെ സദൃശ്യം എന്നാണ് കൊടുത്തത്. സാദൃശ്യം, സാദൃശ്യം എന്ന വാക്കിന്റെ വിപരീതം എന്താണ് വരിക? വൈരുദ്ധ്യം എന്നാണ്. ഓക്കെ, വൈരുദ്ധ്യം എന്നാണ് വരുന്നത്. വൈരുദ്ധ്യം. ഓക്കെ, അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സൂര്യൻ എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തത് ഏത് എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. അപ്പൊ ഓപ്ഷൻസ് നോക്കാം. അർക്കൻ, മിഹിരൻ, ആദിത്യൻ, സുധാംശു. അപ്പൊ അർക്കൻ എന്ന് വെച്ചാൽ എന്താണ്? സൂര്യനാണ്. അപ്പോ അതല്ല. മിഹിരൻ എന്ന് വെച്ചാലും സൂര്യനാണ്, ആദിത്യൻ എന്ന് വെച്ചാലും സൂര്യനാണ്. ഓക്കെ, അപ്പൊ സൂര്യൻ എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തതാണ് നമ്മളോട് ചോദിച്ചത്. അപ്പൊ സുധാംശു ആണ് ഇവിടെ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. സുധാംശു എന്ന് വെച്ചാൽ എന്താണ്? ചന്ദ്രനാണ്. ഓക്കെ, സുധാംശു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ചന്ദ്രനാണ്. അപ്പൊ ചന്ദ്രന്റെ കുറച്ച് പര്യായ പദം കൂടി നമുക്ക് നോക്കാം. വിദു, ഇന്ദു, ശശി, സോമൻ, ശശാങ്കൻ, കലാനിധി. ഓക്കെ, അപ്പൊ വിധു, ഇന്ദു, ശശി, സോമൻ, ശശാങ്കൻ, കലാനിധി ഒക്കെ എന്താണ് ചന്ദ്രന്റെ പര്യായമായിട്ട് വരുന്നതാണ് സുധാംശുവും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടയുടെ ഉള്ളിൽ ഒരു പെരുമ്പട എന്ന കടങ്കഥ അർത്ഥമാക്കുന്നത് എന്തിനെയാണ് എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. അടുപ്പ്, ചേന, തേനീച്ചക്കൂട്, കൈതച്ചക്ക. അപ്പൊ അടയുടെ ഉള്ളിൽ ഒരു പെരുമ്പട എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനാണ്? തേനീച്ചക്കൂടിനെയാണ്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ നമുക്ക് എന്താണ് വേറെ കുറച്ച് കടങ്കഥയും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. അടയ്ക്കും തുറക്കും കിങ്ങിണിപ്പത്തായം. അടയ്ക്കും തുറക്കും കിങ്ങിണിപ്പത്തായം എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനാണ്? കണ്ണിനെ കൊണ്ടാണ് കേട്ടോ.
കണ്ണിനെ കൊണ്ടാണ് അടയ്ക്കും തുറക്കും കിങ്ങിണിപ്പത്തായം എന്ന് പറയുന്നത്. അതുപോലെ എന്താണ് അടിതളിക നടുലാത്തി മേൽക്കൂട. അടിതളിക നടുലാത്തി മേൽക്കൂട എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ചേനയാണ്. അപ്പൊ ചേനയുടെ അടിഭാഗം നമുക്കറിയാലോ, തളിക പോലെയാണ്, നടുഭാഗം ലാത്തി പോലെയും മേൽഭാഗം എന്താണ്, അതിന്റെ ഇല എന്താണ്, ഒരു കുട പോലെയാണ്. അതാണ് മേൽക്കൂട എന്ന് അങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. തെറ്റായ തർജ്ജമ ഏത് എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി, കൂട്ടത്തിൽ കൊള്ളാത്തവൻ. കിക്ക് ദ ബക്കറ്റ്, മരണപ്പെട്ടു. 11th ഹവർ, 11 മണി. റെഡ് ടേപ്പ്, ചുവപ്പ് നാട. ഓക്കെ, അപ്പൊ ഇതിൽ തെറ്റായത് ഏതാണ് എന്നുള്ളതാണ് നമുക്ക് നോക്കണ്ടേ. ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി, കൂട്ടത്തിൽ കൊള്ളാത്തവൻ എന്നുള്ളത് ശരിയായിട്ടുള്ളതാണ്. കിക്ക് ദ ബക്കറ്റ് എന്ന് വെച്ചാൽ മരണപ്പെട്ടു എന്നാണ്, അത് ശരിയാണ്. അപ്പൊ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാന്ന് വെച്ചിട്ട് ബക്കറ്റിൽ ചവിട്ടിയിട്ട് നമ്മൾ മരണപ്പെട്ടു എന്നോ അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. ഇനി 11th ഹവർ, 11th ഹവർ എന്ന് വെച്ചാൽ എന്താണ്? 11 മണി എന്നല്ല, അവസാന നിമിഷം എന്നാണ് 11th ഹവറിന്റെ അർത്ഥം വരുന്നത്. ഓക്കെ, തർജ്ജമ വരുന്നത് എന്താണ്? അവസാന നിമിഷം എന്നാണ്. അവസാന നിമിഷം എന്നാണ്. അപ്പൊ ഇതാണ് നമ്മുടെ പത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് റെഡ് ടേപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ചുവപ്പ് നാട എന്നുള്ളതാണ്. അതും എന്താണ്? കറക്റ്റ് ആണ്. അപ്പൊ 11th ഹവർ എന്ന് വെച്ചാൽ എന്താണ്? 11 മണിയല്ല, അവസാന നിമിഷം എന്നാണ് തർജ്ജമ വരുന്നത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ എന്താണ് കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പൊ നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക.